ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം. ഇതെല്ലാം അവളുടെ ആ പീറ ഇച്ചേമര അറിഞ്ഞാലുണ്ടല്ലോ, ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി, നമ്മുടെ മിനി നമ്മുടെ കൂടെ നിൽക്കുന്നു ഉറപ്പുവരുത്തണം. നമ്മുടെ മിനി നമ്മോടൊപ്പം അല്ല, അവന്റെ മിനി അവനോടൊപ്പം. നമ്മൾ ഒരു കാര്യം പറയുമ്പോ നീ പറഞ്ഞോ. അപ്പൊ മിനി കൂടെ നിൽക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം, തെളിയിക്കപ്പെടണം. അതിന്ന് രാത്രി തെളിയിക്കാം. എങ്ങനെ? ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും. തുറന്ന് എന്നോട് 1 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും. എന്ത്? ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്ന അത്ര ശക്തമായ ദൃഢമാക്കല് വേണ? അയ്യോന്റെ ഇടി. അത് സാരമില്ലടാ. താരമില്ലേ, രണ്ടും കൂടി അങ്ങോട്ട് പോയാ മതി, ഞാനില്ല. നീയും വരും. ഇതിനു വേണ്ടി ചാകാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞവനാ നീ. എടാ രാധു വെടക്ക് ടീമാണ്. സാഹസികതയ്ക്ക് ഒരു അതിരുണ്ട്. അതിരില്ല. എന്തായി കാണിച്ചേ? കാണണം തോന്നി, കണ്ടു. ശല്യായോ? ഇല്ല, എന്നാലും ഇനി ഇങ്ങനെ വേണ്ട കേട്ടോ. കുറച്ചുനാൾ വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ. വെച്ചോളൂ. പോട്ടെ. ഒറ്റയ്ക്ക് വന്നേ? അല്ല, ദേ മറ്റവന്മാരും ഉണ്ട്. ഞാൻ ഇറങ്ങി വരണോ? ഇറങ്ങി വരാൻ ഞാൻ പറയില്ല, പക്ഷെ വന്നാ അവരുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാമായിരുന്നു. ഞാൻ വരാം, എന്നിട്ട് ഉടനെ കേറൂട്ടോ. അവനെന്താ പിന്നെ കോർത്ത് നിൽക്കുന്നേ? ആ അയ്യോന്റെ ഇടിയും വാങ്ങിയിട്ടേ വരളുന്നാ തോന്നണം. അയ്യോ, പേടിച്ചുപോയി. തെളിഞ്ഞോടാ, അടിവരയിട്ട് ഉറപ്പിക്കാവോ? ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് തെളിയിക്കാൻ, എന്തുറപ്പിക്കാൻ? കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു. ഇനി ഇങ്ങനെ വേണ്ട കേട്ടോ. വന്നതിൽ സന്തോഷം. നാളെയും കാണണം. അയ്യോ, ഇവിടെ വെച്ച് വേണ്ട. വേണ്ട, നാളെ നദിയുടെ വടക്കേറ്റത്ത് ഞാൻ കാത്തിരിക്കും. വരൂ. വരാം. പോയി കിടന്നോളൂ, ഞാൻ പോയേക്കാം. നിക്ക്, ഞാൻ കേറിട്ട് പോയാ മതി. ഇനി വരാതിരിക്കോ? എടാ, ഇന്നലത്തെ പരിഭ്രമത്തിന് വെറുതെ കയറി പറഞ്ഞായിരിക്കും വരാന്ന്. എവിടെ വരാനാ? അവൾ ഇന്നലെ പുറത്തിറങ്ങി വന്ന് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നല്ലേ, എന്നിട്ട് നീ തൊട്ട് ധരിപ്പിച്ചിരുന്നെങ്കിൽ അവള് ചൂല് പോലെ ഇങ്ങ് വന്നേനെ. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, പെണ്ണിനെ തൊട്ട് തലോടാതെ ഈ ഭൂമിയിൽ ഇന്നോളം ഒരു പ്രേമവും പൂവിട്ടിട്ടില്ല, കായ്ച്ചിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ വന്ന് അവളെ കാത്തിരിക്കുന്ന നമ്മളെ ടൈം ടേബിൾ വെച്ചിട്ട് തരണ്ടി വാലടിക്കണം. അതെ, വെറുതെ നേരം കളയണ്ട, വാ പോവാം. മിനി വരും. വരും. ഇവര് പെണ്ണുങ്ങളുടെ ഭൂമിശാസ്ത്രം അറിയില്ല. എടാ, ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു, അവള് വരില്ല. പക്ഷെ വരുന്നുണ്ട്. എവിടെ? ഇവിടെയല്ല, അതാ അവിടെ. ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല, ഞങ്ങളുടെ മിടുക്കൊണ്ടായേ. നീ പറഞ്ഞ സ്ഥലത്ത് അവള് പൂർണ്ണ മനസ്സോടെ എത്തുന്ന ആദ്യത്തെ സിറ്റുവേഷനാ. ഇപ്പൊ ലൈൻ മുറുകി കഴിഞ്ഞു, ഇനി ശരിക്കങ്ങ് നൂർത്തെടുത്തോണം. ഞങ്ങൾ മാറുക. എന്നും കോരിത്തെരിപ്പോടെ അവൾ നിന്നെ ഓർക്കണം. അതിനുള്ള മരുന്നും കൊടുത്തേ വിടാവൂ. വാ. മരുന്നോ? എന്ത് മരുന്ന്? അമൃതാഞ്ജനം. ഈ 100-ാം മണി സമയത്ത് അവനൊരു സംശയം. എടാ, അവക്ക് മറക്കാനാവാത്ത ഒരു കനത്ത ചുംബനത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാവൂ. മതി, ഇനി നമ്മൾ നിൽക്കണ്ട, നമ്മൾ നിന്ന് അറയ്ക്കും. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ നിൽക്കുന്നില്ലല്ലോ, നടക്കല്ലേ. നമ്മൾ അപരിചിതരായ 2 വഴിപോക്കർ. നമുക്ക് ലവനെ അറിയത്തില്ല, ലവളെ അറിയത്തില്ല, ഇല്ലേ? അതെ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബക്രാരങ്ങൾ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച്. അതെ, പരിസ്ഥിതി സംരക്ഷണവും അണക്കെട്ടുകളും. അവരെന്തൊക്കെയോ പറഞ്ഞോണ്ട് പോകുന്നു. എന്നെ കണ്ടിട്ടൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. നമുക്ക് ശല്യം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ബന്ധപ്പാടാ. നമ്മൾ തിരിഞ്ഞു നോക്കണോ? എന്തിന്? അപരിചിതരെ നമ്മൾ എന്തിനു തിരിഞ്ഞു നോക്കണം? നമ്മൾ ഒളിഞ്ഞു നോക്കണം. പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയും നടക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. വാ. എന്തിനാ വരാൻ പറഞ്ഞേ? കാണാൻ. കണ്ടല്ലോ, ഇനി പൊയ്ക്കോട്ടെ. കണ്ട് കൊതി തീരട്ടെ, അപ്പൊ പറയാം. എന്നിട്ട് പോയിക്കോ.
ദേ വള്ളിയും തൂങ്ങി വെറുതെ നിൽക്കുന്നു. ഒരു ഡയലോഗ് പോലും വീണിട്ടില്ല. ഇവനെ എങ്ങനെയാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക? മാറി മാറി കണ്ട നമ്മളെ കണ്ട. കൊച്ചിച്ചായൻ എന്നെ കുറച്ച് കൂടുതൽ തല്ലേണ്ടതായിരുന്നു അല്ലേ? അതെന്താ? ആ തല്ലല്ലേ മിനിയെ എന്നോട് അടുപ്പിച്ചത്. കുറച്ച് കൂടുതൽ തല്ല് കിട്ടിയിരുന്നെങ്കിൽ മിനിയുടെ കുറച്ച് കൂടുതൽ ഇഷ്ടം എനിക്ക് കിട്ടിയെന്നെ. എനിക്ക് ആദ്യം മുതൽ ഇഷ്ടായിരുന്നു സുധിയെ. എപ്പം മുതല്? ആ ബുക്ക് അതെടുത്തപ്പം. ലവ് ആൻഡ് ലവ് ഓൺലി. അന്ന് നമ്മൾ അറിയാതെ ഒരുപാട് നേരം നോക്കി നിന്നത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഇതേതോ മുജ്ജന്മ ബന്ധമാണെന്ന്. ഇച്ചായമാരെ കുറിച്ച് ആലോചിക്കുമ്പോ പേടിയുണ്ടോ? പേടിയില്ല, എന്നാലും ഓർക്കുമ്പോ മനസ്സിലൊരു തീക്കട്ട വീണ പോലെ. പക്ഷേ ഒടുവിലവർ സമ്മതിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്റെ വിശ്വാസം അത്. അവരുടെ വിളക്കാണ് ഞാൻ, വെളിച്ചം, അവരുടെ രാജകുമാരി. എന്റെയും. ദേ ഒരു ചിത്രശലഭം. ഞാൻ പിടിച്ചു തരാം. ദേ പക്കിയെ പിടിക്കാൻ നടക്കുന്നു. യവനെ എന്തോന്നിന് കൊള്ളാം അവിടെ ചിപ്പായി. രാധാമാധവ, മിക്കവാറും അവൾ അവനെ ഇട്ടിട്ട് പോകും. നമ്മൾ ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ ഇന്നോടെ ഈ ലൈൻ തകരും. നീ വന്നേ. ആ മതി മതി മതി, നിർത്ത് വീട്ടിൽ പോ. എന്താ? വേണ്ട, ഈ പരിപാടി ഇന്നത്തേക്ക് നിർത്ത്. എന്നിട്ട് നാളെ വേറെ വിധത്തിൽ തുടങ്ങാം. എന്താടാ കാര്യം? എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രേമവും ഇല്ല, സ്നേഹവും ഇല്ല, ഒരു ചുക്കും ഇല്ല. ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തമുള്ള ലവ് അഫെയർ ആണിത്. അതുകൊണ്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിച്ചേ ബാക്കി കാര്യമുള്ളൂ. കൊടുക്കട ചിപ്പായി. എന്താ ഇത്? വൈറ്റ് പേപ്പർ, വെള്ളക്കടലാസ്. എന്തിന്? പ്രേമലേഖനം എഴുതാൻ. ഒരു ചേയുമില്ല. രണ്ടുപേരും മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്തേണ്ട ഘട്ടമാണിത്. രണ്ടു മനസ്സുകൾ ഒന്നാവണ്ടേ? അതിന് പരസ്പരം അറിയണം. അറിയണമെങ്കിൽ എഴുതണം. ഉള്ളു തുറന്ന് എഴുതണം. പറ, എഴുതോ? നോക്കട്ടെ. അത് എനിക്ക്. നിക്ക്, കൈമാറരുത്. ഇങ്ങോട്ട് തന്നാ മതി. എടാ ഞങ്ങള് ഒന്നും പറയണ്ട. രാധു, നീ സുധീർ വാങ്ങിച്ചോ. കൊടു. എടാ അത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കറിയാൻ പാടില്ലാത്ത രഹസ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കൊടുമിനി. ആ രാധു, വാ. നീ അങ്ങോട്ട് ഇരിഞ്ഞു വായിച്ചോ, ഞാൻ ഇങ്ങോട്ട് ഇരിഞ്ഞു വായിക്കാം. ഉറക്കെ വായിക്കരുത്, കൺഫ്യൂഷൻ ആവും. രാധു, അതിനകത്ത് എന്താ? ഇതിലൊന്നുമില്ല, 0. ചിരിക്കല്ലേ. ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, കുന്തുമില്ല. വരും വരായികളൊക്കെ സോറി, എന്താ പറഞ്ഞ? വരും വരായികളൊക്കെ നിങ്ങൾ നോക്കിക്കോ. രക്ഷപ്പെടട്ടെ എന്ന് എന്തെങ്കിലും പറഞ്ഞെന്നാ കളിയാക്ക. നിർത്തി, സകലതും നിർത്തി. ഗുഡ് ബൈ. ഇവിടെ വാടാ, ഞാനെല്ലാം ശരിയാക്കി കാണിക്കാം. വേണ്ട, നീ ഒന്നും കാണിക്കണ്ട. നിന്റെ പണി നോക്ക്. ഇവിടെ വരാനാ പറഞ്ഞ. ഇല്ല. ഗുഡ് ബൈ. അവരെന്താ പിണങ്ങിപ്പോയതാ? ഏയ്, ഇപ്പൊ മിനിയെ ഞാനൊന്ന് തൊട്ടാ മതി, അവരിങ്ങ് വരും. പിണങ്ങി തന്നെ നിന്നോ. അപ്പൊ അവൻ തീർച്ചയായും തൊടും. അതായത് തൊടാതെയും പിടിക്കാതെയുള്ള പ്രേമങ്ങൾ ഒന്നും പ്രേമങ്ങളെ അല്ലെന്നാ അവരുടെ മതം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ മിനിയൊന്ന് തൊടാൻ പോകുന്നു, അവർക്ക് വേണ്ടി. എവിടെ? കുറഞ്ഞ പക്ഷം എന്റെ ചുണ്ടുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടുന്നത് കാണണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അയ്യടാ, ഞാനിപ്പോ വിരലുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടാൻ പോവാ. അയ്യേ, ഞാനില്ല. മിനി പ്ലീസ്, എളുപ്പം തൊട്ടിട്ട് ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. ഞാൻ തൊടാൻ പോവാ. സുധി, എന്താ ഇത്? പ്ലീസ്. ഞാൻ തൊടാൻ പോവാ. വേണ്ട, ഞാൻ ഓടും. ഞാൻ തൊട്ടു. ഞാൻ ഓടി. മിനി, എന്നാ തൊട്ടിട്ടേ ഉള്ളൂ. മിനി, നിക്കാൻ. അവിടെ നിക്കാനാ പറഞ്ഞത്. മിനി, വിടരുത്. തൊട്ടാ മാത്രം പോരാ. നിക്ക്. ആലിംഗനം. പിടിക്ക്. പിടിച്ചു നിർത്തടാ. പിടിയടാ. വേണ്ട, തല്ലിക്കോട്ടെ, ഇഷ്ടം പോലെ തല്ലിക്കോട്ടെ.
സുധിയെ സുധി എന്റെയാ, ഞാൻ സുധിയുടെയും. എനിക്കിഷ്ടമാ സുധിയെ, സുധിക്ക് എന്റെയും. മിനി, എന്റെ പൊന്നെത്തി നീ. കൊച്ചായ, എനിക്ക് മാപ്പ് തരണം. പറ, കൊച്ചാന്റെ എനിക്ക് മാപ്പ് തന്നു പറ. കൊച്ചായ പോണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. എന്നെ വെറുക്കല്ലേ കൊച്ചായ. വെറുക്കരുതെന്ന് ഞാൻ ഇനി ഉണ്ടായിട്ട് വേണ്ട നിന്നെ വെറുക്കാൻ. ഈ വർക്ക് ഇനി ഇല്ലടി, ഈ വർക്കിക്ക് ഇങ്ങനെ ഒരു അനിയത്തിയില്ല. വെറുക്കരുതെന്ന്. വെറുപ്പേ ഉള്ളടി നിന്നോട്, വെറുപ്പ് മാത്രം. ഞാനിപ്പോ നിന്നെ വെറുക്കുന്നതിന്റെ 100 ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ ഈയോ ചായനും ഞങ്ങളുടെ അമ്മച്ചിയും നിന്റെ വെറുക്കൂടി. നോക്കിക്കോ. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല സുധി, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ വീട്ടിലേക്ക് പോവില്ല സുധി. എങ്ങനെ ഞാൻ പോവാ? എങ്ങനെ ഇച്ചയന്മാരുടെ മുഖത്ത് നോക്കുക, അമ്മച്ചിയുടെ മുഖത്ത് നോക്കുക? വയ്യ, എനിക്ക് വയ്യ. എന്താടാ എന്താടാ വർക്കി? എന്താടാ വർക്കി? എന്താടാ കാര്യം? പോയി കുട്ടിച്ചായ, പോയി. ഈ വീട്ടിലെ രാജകുമാരി പോയി. എന്താടാ വർക്കി നീ പറയുന്നേ? അമ്മച്ചി, അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മച്ചി. യോചായ സമ്മതിച്ചില്ലല്ലോ. അന്ന് ഞാൻ അവന് കൈയും കാലും തല്ലി ഓടിക്കാൻ പോയതല്ലേ, സമ്മതിച്ചില്ലല്ലോ യോചായ. പറയുന്നത് തുറന്ന് പറയണം. ആ സുധി എന്ന് പറയുന്ന നാറിയുടെ മാറിൽ ചാരിയെന്ന് എന്നോട് അവള് പറഞ്ഞു. അവൾ അവന്റെ നടന്ന്, അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. ആരെ? നമ്മുടെ മിനിയോ? ഇനി വരില്ല അവൾ ഈ വീട്ടില്. അവന്റെ കൂടെ ഉറങ്ങും അവളിന്ന്. എന്തിനാടാ തടിമാനന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയത് പോയില്ലേ, പോട്ടെ. എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത്. നിങ്ങളൊക്കെ അവളെ വേണ്ടതിൽ കൂടുതൽ സ്നേഹിച്ചിരുന്നു ഈ അമ്മച്ചിക്ക് അറിയാടാ, ഈ അമ്മച്ചിക്ക് ഉറപ്പാടാ. എറിയടാ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത്, എറിയാൻ എടാ, പുറത്തെടുത്ത് എറിയാൻ. വീട്ടിലെ വിളക്കണതാ. അവള് പോയത് പോട്ടെ, പക്ഷെ അവളെ ഇറക്കിക്കൊണ്ട് പോയവരുണ്ടല്ലോ, അവന്റെ ശരീരം ഇതുപോലെ വെട്ടി നുറുക്കി കത്തിക്കണ്ടേടാ ഈ ചായന്മാരെ. കത്തിക്കണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. നിന്നെ വെട്ടിക്കുറിക്ക് കൊന്നാലും അവരുടെ കലി തീരില്ല. അവരും എത്തും മുമ്പ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ പ്ലീസ്. എടാ, എങ്ങോട്ടെങ്കിലും പോകാൻ. ഇല്ല, അവര് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. പേടിച്ചോടാണെന്ന് എന്നെ കിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. ശരിയാ സുധി, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. വാ സുധി, നമുക്ക് പോകാം. മിനി, വരാനാ പറഞ്ഞത്. ഇറക്കി പിടികളവിടെ. കൂട്ടുകാരൻ പറയണോ, എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്?
എന്തായി? കണ്ടില്ല. പറഞ്ഞേടാ, അവരെവിടെ? പറ. എവിടാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ദാ ആ വഴിക്ക് എങ്ങാണ്ടാ ഓടിയത്. ആ സുധേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വീടല്ലേ ഇത്? ആ മക്കളെ കാലത്തീറ്റ കൊടുത്തു വളർത്തുന്ന തന്തയും തള്ളയും ഒന്ന് കണ്ടിട്ട് പോവാമെന്നതാ. മോന് പ്രേമക്കൊതി കൂടുതലാണേലേ എവിടുന്നെങ്കിലും 5-6 പെമ്പിള്ളേരെ കൊണ്ട് കെട്ടി നിർത്തി കൊടുക്കണോ? കൊതി തീർക്കട്ടെ. നിങ്ങൾ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. മോളെ പോലെ താഴെ വെക്കാതെ വളർത്തിയെടുത്ത് ഞങ്ങളുടെ പൊന്നനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വളർത്തി വിട്ടിയ ആ പട്ടി പുറകെ നടന്ന് മയക്കിയെടുത്തിട്ട് ഇപ്പൊ അവളെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു അവൻ. വേണ്ട, ഞങ്ങൾക്കിനി അവളെ വേണ്ട, അവള് ചത്തുപോയി. പക്ഷെ അവനുണ്ടല്ലോ നിങ്ങളുടെ മോൻ, അവൻ എവിടെ പോയി ഒളിച്ചാലും വിടില്ല. വെട്ടി നുറുക്കി കൊല്ലും ഞങ്ങള്. അത് തന്തയുടെ മുമ്പ് വെച്ചായാലും തള്ളയുടെ മുമ്പ് വെച്ചായാലും ചെയ്തിരിക്കും. കരുതിയിരുന്നോ? പാടാ. എന്താ ഇത്? പോകാം, നമുക്ക് എവിടെയും പോയി ഒന്ന് അന്വേഷിക്കാം അവനെ. എന്തിനാ? പറഞ്ഞ കേട്ടില്ലേ, പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയെന്ന്. അങ്ങനെയുള്ളതിനെ എവിടെ പോയി അന്വേഷിക്കാനാ? എന്തിനന്വേഷിക്കാൻ? കറങ്ങി തിരിഞ്ഞു വരും, അന്നേരം ആലോചിക്കാം. നോക്ക്, അവരെന്തെങ്കിലും ചെയ്തു കളയും നമ്മുടെ സുധിയെ. ചെയ്തോട്ടെ. അവര് പറഞ്ഞ പോലൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലേ അവനത് വേണം. അതിനെന്താ? നീ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കേണ്ടത് ഞാനല്ലേ തെറ്റിയത്. മോനെ പോലെ വളർത്തിയില്ല, കൂട്ടുകാരനെ പോലെ വളർത്തി. അതിന്റെ ശിക്ഷ. ആ വന്നവന്മാരുടെ ഭാഷ കേട്ടല്ലോ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ അവള് അങ്ങനത്തവളായിരിക്കുമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എന്റെ സുധി ചന്ദ്രിക തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ ചെയ്യാം. എടാ സുധി, ഈ നാട്ടിൽ നീ ഒരു നിമിഷം കൂടി നിന്ന് പോരുത്. കണ്ണി കണ്ടവരൊക്കെ തല്ലി കലി പിടിച്ച് നടക്കുക. അവര് ഉടനെ എങ്ങോട്ടെങ്കിലും പോണം, അല്ലെങ്കിൽ അവർ നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞങ്ങൾ കണ്ടു വെക്കേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് നിന്റെ ചോരയുടെ മണം വരുന്നടാ. അതുകൊണ്ട് ഈ ബന്ധം ഞങ്ങൾ പോവടാ എന്റെ വീട്ടിലേക്ക്, എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഒരു ചോരയുടെ മണം അവിടെ വരില്ല. എങ്കിൽ ഉടൻ പുറപ്പെടടാ സുധി. പോകാം സുധി, എല്ലാം പിന്നെ ശരിയായിക്കോളും. വാടാ, വാ. ആ ബൈക്ക് അവിടെ വെച്ചിട്ട് കാറിലോട്ട് കയറ. വാമിനി, നീ മാത്രം കയറിയാ മതി. അച്ഛാ, മിനി. മനസ്സിലായി, അതുകൊണ്ടാ നീ മാത്രം കയറിയാ മതി എന്ന് പറഞ്ഞ. ഇല്ല അച്ഛാ, മിനി ഇല്ലാതെ അവളില്ലാതെ ഞാൻ വരില്ല. നിനക്കൊരു പെണ്ണു വന്ന് കാണാൻ വേണ്ടി കാണിക്കുകയും വഴിപാട് വിട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറിയിൽ നിന്നും ഇറങ്ങാതെ ഉറക്കളച്ചിരിക്കുന്ന ഒരുത്തിയുണ്ടാ വീട്ടിൽ. നിനക്കറിയാലോ, ഇത്രയും കാലത്തിനിടയ്ക്ക് അവിടെ മനസ്സൊരിക്കൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു പെണ്ണിനെയാ, ഇവളെയല്ല. അച്ഛന്റെ അടുത്ത് ഞാൻ കെഞ്ചി യാചിക്കാം, മിനി ഇല്ലാതെ ഞാൻ വരില്ല. കൊണ്ടുപോകൂടാ നിന്നെ. ഇവളെ കൊണ്ടുപോയി അവിടെ ചേട്ടന്മാരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്ക്. തൊട്ടുപോരുത് എന്റെ പെണ്ണിനെ. കൊണ്ടുപോകാൻ വേണ്ട സുധി, അച്ഛനുമായിട്ട് വഴക്ക് വേണ്ട. ഞാൻ പോയിക്കാം.
ഞാൻ പോയേക്കാം. നിർത്തടാ, നിർത്താൻ. നീ കാറെ കയറുന്നുണ്ടോ? അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവിടുന്ന എന്റെ പെണ്ണ ഇവള്. ഇവളില്ലാതെ ഞാൻ വരില്ല. ഇവളില്ലാതെ നീ വരും. നിന്റെ അമ്മയോട് ഇരിറ്റ് സ്നേഹം ഉണ്ടെങ്കിൽ, നീ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചതാണെങ്കിൽ ഇവളെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം നീ വരും. ഇല്ലെങ്കിൽ ഇവിടെ ആങ്ങളമാര് നിന്റെ കഴുത്തറുത്ത് എന്റെ മുമ്പിൽ കൊണ്ടിട്ടാലും ഈ കണ്ണിന്ന് ഒരു ഇറ്റ് കണ്ണിന് വീടില്ല. നീ നോക്കിയോ. വന്നേക്കണേടാ പൊന്നു മോനെ. പോകാം. സുധി, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? പറയടാ, ഇനി എങ്ങോട്ട് പോകും? ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് 1000 നാക്കായിരുന്നല്ലോ. അങ്ങേര് ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ കണ്ടടാ സ്നേഹത്തിന്റെ മാറ്റ്. മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച്. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു, അറിഞ്ഞു ആ സ്നേഹം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ. ഇങ്ങനെ അന്തിച്ച് നിൽക്കാതെ വാട എന്റെ വീട്ടിലേക്ക്. ഞാൻ കാണിച്ചുതരാം സ്നേഹം എന്താണെന്ന്. വലിയ ബംഗ്ലാവൊന്നുമില്ല, ഒരു കുടില. എന്റെ അപ്പൻ ഒരു മുക്കുവനാടാ. പക്ഷെ ആ നെഞ്ചത്ത് നേരും നെറിയുണ്ട്. കടൽ പോലെ കിടക്കുന്ന സ്നേഹമുണ്ട്. ഒരുത്തനും തൊടില്ല നിങ്ങൾ അവിടെ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്റെ അപ്പന്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. വാടാ. അപ്പാ ഒന്ന് എഴുന്നേറ്റ്. ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല, ഇതാര്? എന്റെ മോ ചിപ്പായി. നീ എപ്പോ വന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം, അപ്പം വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ? അവരെവിടെ? ഞാൻ കണ്ടില്ലല്ലോ. മോൾ അവരെവിടെ? എടാ ചിപ്പായി, നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. പെണ്ണിനെ പോലെ അല്ല, പെണ്ണ. പെണ്ണ? അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി. ഇതവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല? ഇല്ല. എടാ ചിപ്പായി, നല്ല ചേർച്ചയുണ്ടല്ലോ. പിന്നെ എന്താടാ ഇവര് കെട്ടാത്ത? എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളൂ. എടാ കുട്ടപ്പ, അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ. നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാവോ ഓരോ കുപ്പി കള്ള്? വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല എന്റെ ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി, ചെല്ലപ്പൻ ചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം? പറയടാ. നിക്ക്. എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണം. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞോ, എന്താ നിന്റെ സങ്കടം? അപ്പാ, ഈ സുധിക്ക് ജീവനാ മിനിയെ, മിനിക്ക് സുധിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കുന്ന 2 വീട്ടുകാരും അവരിവരെ ആട്ടി ഇറക്കിയതുപോലെയാ. ഇപ്പൊ ഇവർക്ക് പോകാനൊരു ഇടമില്ല, കിടക്കാനൊരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം? എടാ, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നു മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുകൊണ്ടാ ഇവരെ നോക്കാൻ. ഓ, ഇവന്റെ ഒരു സങ്കടം. ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പാ, ഒരു കുപ്പി കള്ളു കൊണ്ടുവാടാ. ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ. അതല്ലപ്പാ, ഇവനെ കഷ്ടമായി വെട്ടി നുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആങ്ങളമാര്. അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. അവരിന്നലെ എന്നെ തല്ലി, ഈ രാധുവിനെ തല്ലി. ഇവനെ കൈ കിട്ടെങ്കിൽ കൊന്നേനെ. അവരിവിടെയും വരും, ഉറപ്പാ. ഇവിടത്തെ കുടിലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ നിങ്ങൾ വിഷമിക്കണ്ട. ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും. പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക്. അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പൻ നാണം കിട്ടുപോകും. ഞങ്ങൾ എന്നും ഒന്നായിരിക്കും. ഒരിക്കലും പിരിയില്ല. എങ്കിൽ ഇന്നു മുതൽ ഇവർ ഈ ചെത്തി കടപ്പുറത്തിന്റെ മക്കളാ. ചെല്ലപ്പൻ ചേട്ടോ, ചെല്ലപ്പൻ ചേട്ടാ,
കാറിലും ജീപ്പിലുമായി ആരൊക്കെ വരുന്നു ഇങ്ങോട്ട്. എടാ ശാന്തപ്പ, ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന്. ചെത്തി കടപ്പുറം കാണാൻ. പിള്ളേരെയൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ അവര് പിടിച്ചോണ്ടുപോകും. നിങ്ങൾ എന്താ ഈ നോക്കി നിക്കണേ? പണിയെടുക്കണ്ട പിള്ളേരെ. എടാ അന്തപ്പ, അവര് വരുമ്പോ വരുന്നവർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേ? ഒരുക്കടാ, ഒരുക്ക്. നിങ്ങൾ പണിയെടുക്കണ്ട പെണ്ണുങ്ങളെ, പണിയെടുക്കാൻ. ഓരോരുത്തർ വരിക കൈ മെനക്കെടുത്താനായിട്ട്. വരട്ടെ വരട്ടെ. നിങ്ങളോട് പണിയെടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ഏതാ ചിപ്പായി എന്ന് പറയുന്ന വീട്? ഇവിടെ ആർക്കും നാക്കും കാതും ഒന്നുമില്ലടാ. ചോദിച്ചത് കേട്ടില്ലേ? ആ ചിപ്പായി എന്ന് പറയുന്നവരും അവൻ കൂട്ടിക്കൊണ്ട് വന്നവരും എവിടെയാണ്? എവിടെടാ ചിപ്പായിയുടെ വീട്? പറയടാ. അങ്ങോട്ട് പോയി ചോദിക്കേ. ചിപ്പായുടെ അപ്പനാത് ചെല്ലപ്പൻ ചേട്ടൻ. എവിടെയാ നിന്റെ ചിപ്പായി? എന്തിനാ ഇപ്പോ? അവൻ കൂട്ടിക്കൊണ്ട് വന്ന് രണ്ടുപേരുണ്ട് ഇവിടെ. അതിൽ ഒരുത്തിയെ വരച്ച് റോഡ് എറിഞ്ഞിട്ട് മറ്റവനെ വെട്ടിക്കൊല്ലാൻ. നടക്കോ അത്? നടത്തോടോ പുല്ലേ? എന്നാ അതാ എന്റെ വീട്, അതിനകത്ത് തിരുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ വിളിച്ചോണ്ട് പോ. പിടിച്ചിറക്കണ അവരെ. അരിഞ്ഞിട്ട കൊമ്പസ്രാവ് തിന്നും. മുക്കിക്കൊന്നാ മൂന്നാം പക്ക പൊങ്ങു. ഇത് ഏതാണ് നാറികളെ വേണ്ടത്? ഓക്കരത്തര കാണിക്കരുത്. ഞങ്ങള് വന്നത് ഞങ്ങളെ പെണ്ണിനെയും അവളെ കട്ടോട്ട് പോയവനെ പിടിച്ചോട്ട് പോവാനാ. അപ്പൊ കൊല്ലിടില്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. താലാര ചോദിക്കാൻ നാളമില്ലോടോ തനിക്ക്? വല്ലവന്റെ പെണ്ണിനെയും വല്ലവന്റെ ചെറുക്കനെ പിടിച്ച് പൊറിക്കകത്ത് വെക്കാൻ ഇറക്കി വിടുവോ അവരെ? നല്ലൊരു പയ്യൻ നല്ലൊരു പെണ്ണിനെയും കൊണ്ട് ഈ ചെത്തി കടപ്പുറത്ത് വന്നിട്ടുണ്ട്. അവരെ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് സങ്കട. കൈക്ക് ബലമുള്ളമാരുണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് പോടാ, ഞാൻ നോക്കട്ടെ. മര്യാദക്ക് ചെക്കനെ പെണ്ണെ ഇറക്കി വിടോ, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഞങ്ങൾ ഈ കടപ്പുറം ചോരക്കളാക്കും. കാണിക്കണ ചെറുക്ക വർത്താനം പറയാതെ. വേണ്ട വേണ്ട വേണ്ട. ചെല്ലപ്പൻ രണ്ടു നേരം പൊങ്ങിയ കയ്യാ വെട്ടണോ? ഈ ചെത്തി കടപ്പുറത്ത് പടക്കി വന്നവരാരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലടാ. ഇവിടെ ആരുടെയെങ്കിലും നേർക്ക് കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേർ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം അവരുടെ കഴിയും. നീയൊന്നും ഒരു ചുക്കും ചെയ്യില്ലടാ. എടാ ചിപ്പായി, അവരെ കൂട്ടിക്കൊണ്ടുപോടാ. വേണ്ടടാ പിള്ളേരെ. തമ്മിൽ സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് കൊല്ലാൻ നടക്കുന്ന കാട്ടാളന്മാരെ പേടിച്ച് വന്നു കയറിയതാ ഇവരിവിടെ. നെഞ്ചിനുറപ്പുള്ള ഏത് നാറിയുണ്ട് ഇവരെ തൊടാൻ? തൊട്ടു നോക്ക്. എന്താ ഒന്നും മിണ്ടാത്തെ? ചുണയുണ്ടെങ്കിൽ തുടര, തന്തയ്ക്ക് പിറക്കാത്ത നാറികളെ. ഇല്ല, തുടരില്ല. ഇനി ഒരു കാലത്ത് തുടരില്ല. പോരെ, ഇത്രയൊക്കെ കേൾപ്പിച്ച് തന്നില്ലേടി നീ? മതി. നേരെ കാണുമ്പോ ഈ ഇവനെ വലിച്ചെറിഞ്ഞിട്ട് ഇച്ചായന്മാരുടെ നെഞ്ചത്തേക്ക് നിലവിളിച്ചോണ്ട് ഓടി വരുമെന്ന് കരുതിപ്പോയി. ഇത് വേണ്ട, മറക്കാം, എല്ലാം മറക്കാം. തലയിൽ വെച്ചാടി നിന്നെ ലാളിച്ചത്. ഇനി നീ കെഞ്ചിക്കേണ് വന്നാലും ആ വീട്ടിൽ ഞങ്ങളുടെ മനസ്സിൽ നിനക്കിടമില്ലടി. എന്തിനയ്യോ ചായ വെറുതെ ചത്തുപോയവരോട് സംസാരിക്കുന്നേ? വാ പോവാം. ഞങ്ങളെ തോപ്പിച്ചു വിട്ടെന്നാലും അഹങ്കരിക്കണ്ട. തന്തയ്ക്ക് വരുന്നവന്മാർ തല്ല ഞങ്ങൾ നാളെ കാണിച്ചു തരാം. നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാണ് സത്യം. നാളെ പകല് തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും. ഈ പരനാറിയെ വെട്ടിക്കൊന്നുവരിക്കും. നോക്കിക്കോ, പാടാ. മോള് വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഒന്നും. നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ചു നേരം. ചെല്ലേ. ആ,
എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇച്ചായമാരെ കുറിച്ചാ? ഇച്ചായമാരെ, അമ്മച്ചി, വീടിനെ, പിള്ളേരെ എല്ലാം. എന്താ? മിനിയുടെ മുമ്പിൽ വെച്ച് ചിപ്പായുടെ അപ്പൻ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി, ഒട്ടും. ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവർ സമ്മതിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ മിനിക്ക്. അതിപ്പോഴും ഉണ്ടോ? ഇല്ല, പോയി. അവര് സമ്മതിക്കും. ഇനിയും വാശിയും വഴക്കൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഒരാൾ വിചാരിച്ച എല്ലാം ശരിയാവും. ആരാത്? എന്റെ അമ്മ. അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നുള്ളൂ, അമ്മ സമ്മതിക്കും. ആരുടെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും. ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ? ഇപ്പോഴോ? ഒറ്റയ്ക്കോ? ആരും അറിയണ്ട. അറിഞ്ഞ അവര് വിടില്ല. ഞാൻ പോയിട്ട് ഉടനെ വരാം. ഒരുപക്ഷെ തിരിച്ചു വരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് പോണ്ട സുധി, എനിക്ക് പേടിയാ. മിനി സമ്മതിക്കണം. ഞാൻ പോയിട്ട് ഉടനെ വരാം. പോയിട്ട് വരട്ടെ? I love you, സുധി. കൊണ്ടാക്കിയോ? ആ കുട്ടി അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിയോന്നാ ചോദിച്ചേ? ഇല്ല. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അമ്മയെ കാണണം. വേണ്ട, നീ കാണണ്ട. എനിക്ക് കാണണം. അമ്മ പറയട്ടെ എന്നെ വേണ്ടാന്ന്. ആ മിനി ഒന്ന് കാണുക പോലും വേണ്ട. എന്റെ ഇഷ്ടത്തിനൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ, ഞാൻ പോയിക്കോളാം. ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാതെ നീ നിന്റെ അമ്മയെ കാണില്ല. ഞാൻ കാണും. ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളൊക്കെ വലുതെങ്കിൽ ആ പെറ്റതള്ള നീ കാണണ്ടാ. ഞാൻ കാണും. അമ്മ സമ്മതിക്കും. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റാരുടെയും അനുവാദം വേണ്ട, അച്ഛന്റെ പോലും. ഞാൻ കാണും. നീ കാണില്ലടാ. വിടാൻ. വിടാനാ പറഞ്ഞത്. വിടാൻ. വിട്. ഇല്ല. വിടാൻ. എന്താ സുധി ഇങ്ങനെയൊക്കെ? ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് പറഞ്ഞ ഞാനാ. അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി. നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി. അറിഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നീ ചെയ്തത് തെറ്റാ. ഇത്തിരി കൂടെ കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയിപ്പോവും. ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ് അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിന്റെ കൂടെ ഞാനും വരാം. ഇപ്പോ വരട്ടെ? വേണ്ടമ്മേ. അമ്മ എനിക്ക് വലുതാ. അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും മിനി ഇപ്പൊ എനിക്ക് വലുത് തന്നെ. എന്റെ അമ്മയെ പോലെ തന്നെ നല്ലതാ മിനിയും. അവളെ ഞാൻ എങ്ങനെ... സാരമില്ല, അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. എങ്കിലും പോവുക. അച്ഛാ, പോവുക. സുധി. ഇല്ല അച്ഛാ, പോവുക. ഇല്ല, നിന്നെ ഞാൻ വിടില്ല എങ്ങോട്ടും. ഈ പാടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേറാത്ത്. ഇല്ല, ഞാൻ വിടില്ല. എന്താ എന്താ ഇങ്ങനെയൊക്കെ? നമ്മളായിട്ട് അവനെ തള്ളിവിടുകയല്ലോ, അവനായിട്ട് പോകുന്നല്ലേ. അവൻ പൊക്കോട്ടെ. എന്താ നോക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കാതെ, അവൻ വരും. ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് എന്റെ സുധി വരും. നോക്കിക്കോ. എന്തെങ്കിലും കാര്യത്തിന് അവൻ അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല. വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത്. ആരും അറിയാതെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടിയച്ച വരാവൂ.
സുധി അമ്മയെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ചിപ്പായി. പോയി പറഞ്ഞേക്കടാ നിന്നെ അയച്ചവന്മാരോട് അരയും ചെല്ലപ്പിന് കരുതി തന്നെ. നീ സുധിയും കൊണ്ട് പോയിക്കോ, മിനിയോടെ കാത്തിരിക്കാം. ചെല്ല്, ഞങ്ങളെ എത്തിക്കോളാം. പന്നിയുടെ മോനെ. എന്തായി? വഴക്കുണ്ടായല്ലേ? ആരായിരുന്നു? അവരാരും അല്ല, വേറെ ചിലരാ. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പോണ്ടാന്ന്. സാരമില്ല. അമ്മയെ കണ്ടോ? കണ്ടു. എന്നിട്ട് അമ്മയും കൈവിട്ടു. കരുതിയിരുന്നില്ലെങ്കിൽ നാണം കെടുന്നത് നിങ്ങളൊക്കെ തന്നെയായിരിക്കും. പെണ്ണിന്റെ ഒരു ആങ്ങള പോലീസിലാ. കല്യാണപ്രായമായ ഒരു പെണ്ണിനെ വീട്ടുതടങ്കലിൽ വെച്ചു എന്ന് കള്ളക്കേസിൽ പെടുത്തിയിട്ട് പലരും പിടിച്ചകത്തിടാം. നാളെ ചിലപ്പോൾ കോടതി ഉത്തരവുമായിട്ടായിരിക്കും അവർ വരിക. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷേ? അത് പറ. പെണ്ണിനെയും ചെക്കനെയും കൂടി നമ്മൾ അങ്ങ് കെട്ടിച്ചു വിടണം. അതായത് രജിസ്റ്റർ കല്യാണം നടത്തി ഏത് പോലീസ് വന്നാലും ഏത് കോടതി വന്നാലും അഴിക്കാൻ പറ്റാത്ത കെട്ടുകെട്ടിയിടണം. ഒരു രജിസ്ട്രാറെ കൊണ്ടുവരാൻ പറ്റുമോ ചെല്ലപ്പന്? ഒരു രജിസ്ട്രാറോ? എത്ര രജിസ്ട്രാർ വേണം? നാളെ നേരം വെളുക്കുമ്പോ ഈ ചെത്തിക്കടപ്പുറത്ത് ഉടലോടെ ഒരു രജിസ്ട്രാറെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിർത്തി തരും ഈ ചെല്ലപ്പൻ. അത് മതിയാ? മതി. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഈ കല്യാണോത്സവം ഇവിടെ നടത്തിയിട്ടേ ഇനി താഴെ ഇരിക്കണുള്ളൂ. നേരം കളയാണ്ട് തുടങ്ങിക്കടാ ഒരുക്കങ്ങള്. എന്താ ഇത്? കല്യാണ ഉടുപ്പാ, ഞങ്ങളെ സമ്മാനോ. എടാ സുധി, വേഗം ഒരുങ്ങിന്നോ, ഞങ്ങളും പോവാ രജിസ്ട്രാറെ കൂട്ടിക്കൊണ്ടുവരാൻ. പോട്ടെ. ഒരു സ്വപ്നം പോവണിയുന്ന ദിവസമാ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഞാൻ പോയി ഒരുങ്ങട്ടെ. മിനി, എൻ്റെ അടുത്ത് വന്നിരിക്കോ കുറച്ചു നേരം? ഞാനിവിടെ ഇരുന്നോളാം. മിനി ഒരുപാട് സങ്കടപ്പെടുന്നു. എന്താ കാരണം? സുധിയും സങ്കടപ്പെടുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നുണ്ടത്, അറിയുന്നുണ്ട്. നമ്മൾ എന്താ ഇങ്ങനെ? ആ, ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ മിനിക്ക്? ഇഷ്ടമാ. പക്ഷേ ഞാൻ സുധിയുടേതാകുന്ന നേരത്ത് എൻ്റെ അമ്മച്ചി ഇച്ചായമാരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിലും നാശിച്ചു പോയി. നേരാ,
മിനി എന്റേതാകുന്ന സമയത്ത് അച്ഛനും അമ്മയും എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചു. അവരെന്താ സുധി നമ്മളോട് ഇങ്ങനെ? അത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്തത്. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, ആയിപ്പോയതല്ലേ ഇങ്ങനെയൊക്കെ. അവർക്കൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെ? നമ്മളോടുള്ള ഇഷ്ടം കൂടിപ്പോയി അവർക്ക്, അതാ. ഇന്നലെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞു സുധിയോട്? എന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ അമ്മയ്ക്ക് പറ്റണില്ല എന്ന്. ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ വെറുക്കുമ്പോ അതൊരു തീരാ ദുഃഖം തന്നെയാ. സുധി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? പിരിയാം. സത്യം, എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത്. സുധി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? മിനി എന്നെ അതിലേറെ സ്നേഹിക്കുന്നു. സുധി വീട്ടിലേക്ക് പോവോ? പോവാം. അമ്മയോട് മാപ്പ് പറയോ? സുധിയെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കുന്നു പറയൂ. പറയാം. ഇനി എനിക്ക് സങ്കടമില്ല. സുധിയെ സങ്കടപ്പെടരുത്. ഇല്ല. സത്യം. സത്യം. വന്നേ സാറേ. അപ്പോ പെണ്ണും ചെക്കനും ഒരുങ്ങി ഇറങ്ങിയില്ലേ? ഒരുങ്ങിക്കാണും, ഞാൻ നോക്കാം. അയ്യോ, എന്താ ഇവർ ഒരുങ്ങിയൊന്നുമില്ലേ? ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട, ഞങ്ങൾ പിരിയാ. എന്താ ഉദ്ദേശിക്കുന്നേ? നിങ്ങൾ വിവാഹിതരാകുന്നില്ലെന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചു. നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നേ? ആരോട് ചോദിച്ചിട്ടായിരുന്നു ഇതൊക്കെ? മനുഷ്യരെ മെനക്കെടുത്തുന്നതിന് ഒരു അതിരില്ലേ? സർ, സർ, പോലെ സർ, ഒരു നിമിഷം പ്ലീസ്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആർക്കാ എത്ര വലിയ ഇഷ്ടം? നിങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയേ? അരയൻ ചെല്ലപ്പനെ ഇത്രയ്ക്ക് അങ്ങോട്ട് നാണം കെടുത്തുന്നതായിരുന്നു കുട്ടികളെ. എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ? മനസ്സിലാവണില്ല. നിങ്ങളെ മനസ്സിലാവണില്ല എനിക്ക്. എന്താടാ നീ പറഞ്ഞത്? സമ്മതിക്കില്ലടാ, ഇതിന് നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞാനോടെ രാവും പകൽ ഉറക്കൊളിച്ച് ഞാൻ നിന്റെ കൂടെ നടന്നത്. ചതിക്കായിരുന്നില്ലേ നീ ഞങ്ങളെ? ഈ മിനിയെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് കഴിയില്ലടാ. എടാ, ഞങ്ങൾ അതിന് സമ്മതിക്കുകയില്ല. രാധു, ഞാൻ പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് നിന്നെ കാണുക പോലും വേണ്ട. ചിപ്പായി, കേൾക്കണ്ടടാ, നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചതിൽ എനിക്കൊന്നുമില്ലടാ സുധി. പക്ഷെ നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? ഇന്ന് രാവിലെ കണ്ടപ്പോഴെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? സമ്മതിക്കില്ലായിരുന്നടാ. എന്തിനായിരുന്നടാ സുധി ഇതൊക്കെ? എന്തിനായിരുന്നു മിനി ഇത്? മറ്റാർക്കും അറിയില്ലെങ്കിലും രാധുവിനും ചിപ്പായിക്കും അറിയാമല്ലോ സുധി എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നിങ്ങളെക്കാളൊക്കെ സങ്കടം ഞങ്ങൾക്കല്ലേ വരേണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ നല്ലവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. രാധു വളർത്തച്ഛനാണെങ്കിലും ആ അച്ഛനെതിരെ നിൽക്കാൻ പറ്റുമോ രാധുവിന്? പറ. ആ അച്ഛന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുവോ ചിപ്പായി എപ്പോഴെങ്കിലും? പറ. സുധിയെ ഞാൻ തിരികെ ഏൽപ്പിക്കുക ആ അച്ഛനും അമ്മയ്ക്കും. അതിനെന്താ?
നല്ലതല്ലേ? സുധി എന്നെ തിരികെ ഏൽപ്പിക്കുക. അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ മാറ്റിവെക്കുക അവർക്കൊക്കെ വേണ്ടി. അതിന് നിങ്ങൾ സമ്മതിക്കല്ലേ വേണ്ടേ? ഞങ്ങൾ പിരിയാനല്ലേ തീരുമാനിച്ചുള്ളൂ, മരിക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അച്ഛനില്ല എനിക്ക്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് മാപ്പ് തന്ന് അനുഗ്രഹിച്ചയക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ മോളെ? മനസ്സിലായി, ഇപ്പൊ നിങ്ങളെ ശരിക്കും മനസ്സിലായി. നിങ്ങളെപ്പോലെ ഇത്രയും നല്ല മക്കളെ പെറ്റ ആ അമ്മമാരുണ്ടല്ലോ, പുണ്യം ചെയ്തവരവര്. പുണ്യം. ആദ്യം കേട്ടപ്പോ ഒന്ന് പകച്ചു പോയെങ്കിലും നിങ്ങളുടെ തീരുമാനം അസലായി. പാഠമാണിത്, ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കല്ലേ അങ്ങ് ആകാശത്തോളം. ദേ, ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. പോയിട്ട് വാ. സുധി, തല്ലിപ്പോയല്ലോടാ നിന്നെ ഞാൻ. സാരമില്ലടാ, നീ മിനിയെ കൊണ്ടുവിടണം ഉടനെ. വരൂ എന്നെ കാണാൻ. എല്ലാവരും വരാം. വെറുതെ പറയരുത്, വരണം. പോട്ടെ. എന്തായടാ കുട്ടിച്ച? ഉത്തരവായ മച്ചി, ആ കള്ള റാസ്കലിനെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യിക്കും. എന്നിട്ട് അവളെ തെരുവിലൂടെ വലിച്ചഴച്ച് തന്നെ കൊണ്ടുവരും. വലിച്ചടിച്ച് എങ്ങോട്ട് കൊണ്ടുവരും? എടാ, എങ്ങോട്ട് കൊണ്ടുവരുമെന്ന്? ഈ പെരക്കകത്ത് കയറ്റി പോരുത് അവളെ. നിങ്ങൾക്ക് അവളെ വലിച്ചെറിയാൻ ഇടമൊന്നും ഇല്ലെങ്കിലേ വല്ല പശുത്തൊഴുത്തിലും കൊണ്ട് കെട്ടിക്കോണം, പറഞ്ഞേക്കാം. കർത്താവാണ്, അമ്മച്ചിയാണ്, എന്റെ ഇച്ഛായന്മാരാണ് സത്യം. ഈ മിനി പിഴച്ചു പോയിട്ടില്ല. എല്ലാം മറന്ന് തിരികെ സ്വീകരിക്കണം എന്നെ. നീ ഒരിക്കലും ചീത്തയാവില്ലെന്നറിയാം, ഒരിക്കലും ഞങ്ങളെ സങ്കടപ്പെടുത്തില്ല എന്ന് പറയാം. എങ്കിലും എന്തു പറ്റിപ്പോയിടാ നിനക്ക്? മാപ്പ് തരുവോ കുട്ടിച്ചായ എനിക്ക്? എന്തിന്? നീ ഇപ്പോഴും ഞങ്ങളുടെ വിളക്കാണടാ. ഇങ്ങനെയൊക്കെ വേണമായിരുന്നോടി. നമ്മുടെ അമ്മച്ചിയെ പോലും നീ ഒന്നും ഓർത്തില്ലല്ലോ. എന്റെ പൊന്നുമോളൊന്നും പറയണ്ട, ഓളിങ്ങി വന്നല്ലോ, അത് മതി അമ്മച്ചിക്ക്.
സുധി അമ്മേ സുധി അമ്മേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ സുധി തിരിച്ചു വരുന്ന. കളഞ്ഞല്ലോ നീ എല്ലാരെയും ഇടിക്കരുതെന്നോ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. സന്തോഷായി മോനെ, ഒത്തിരി സന്തോഷായി. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്, അതിൽ തെരുതെരച്ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഈ വീട്ടിൽ ഇന്നും ഒരു പൊന്നോമലായി മിഴി പൂട്ടുമോർമ്മയുടെ താരാട്ടുമായി നിറഞ്ഞുല്ലാസം എല്ലാവർക്കും നൽകിയിടും ഞാൻ. കണ്ണുനീരും മുത്തല്ലോ ഈ കാരുണ്യ തീരങ്ങളിൽ, കാത്തുനിൽക്കും ത്യാഗങ്ങളിൽ നാം കാണുന്നു സൂര്യോദയം. തമ്മിൽ പ്രിയമാകണം, നെഞ്ചിൽ പിറവാകണം, കണ്ണിൽ കനിവൂറണം, നമ്മൾ ഒന്നാകണം, എങ്കിൽ അകവും പുറവും നിറയും. ഇവലെന്നെന്നും തങ്കക്കുടം, ചിരി പെയ്യുന്ന തുമ്പക്കുടം. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്, അതിൽ തെരുതെരച്ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഈ വീട്ടിൽ ഇന്നും ഒരു പൊന്നോമലായി മിഴി പൂട്ടുമോർമ്മയുടെ താരാട്ടുമായി നിറഞ്ഞുല്ലാസം എല്ലാവർക്കും നൽകിയിടും ഞാൻ. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്, അതിൽ തെരുതെരച്ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ആരെയെങ്കിലും എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് എന്റെ മോടെ കല്യാണം ഉടനെ നടത്തണം. ഉടനെ എന്ന് പറഞ്ഞ ഉടനെ. അമ്മച്ചി, അവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് എടിപിടിയെന്നൊക്കെ എങ്ങനെ? അതൊന്നും എനിക്കറിയണ്ട. കല്യാണം നടത്തണം. ഈ ആഴ്ചയെങ്കിൽ ഈ ആഴ്ച. ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോടെ നെഞ്ചില് മുഴുവൻ തീയാടാ. അത് കെടുത്താതെ ഈ അമ്മച്ചിക്ക് ഇനി ഉറക്കമില്ല. അത് ഓർത്തു നിങ്ങള്. കുട്ടിച്ചായ, നമുക്ക് ഉടനെ അവളുടെ കല്യാണം നടത്തണം. ഏത് കല്യാണം നടത്തി കൊടുത്താലും അവളോടുള്ള കടം വീട്ടാൻ പറ്റില്ല. എന്താ കുട്ടിച്ചായി പറയുന്നേ? നമ്മളിപ്പോ കടക്കാരാടാ നമ്മുടെ മിനിയോട്. ആ സുധീഷ് കുമാർ അവിടെ ജീവനായിരുന്നു. ആ ജീവൻ ഉപേക്ഷിച്ച് അവൾ ഇവിടെ വന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ഈ ലോകത്തിലെ ഏത് ചെറുക്കളെ കൊടുത്താലാവും അവള് സന്തോഷിക്കുക. ഇനിയിപ്പോ ഇതിന്ന് വേണ്ട, അമ്മ ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഈ കൂട്ടത്തിൽ ആരെ വേണമെങ്കിലും അമ്മ സെലക്ട് ചെയ്തു. ആരോടും ഒന്നും ചോദിക്കണ്ട. ഏറ്റവും നല്ലതിനെ അമ്മ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ. ഇനി വന്നേ, നമുക്ക് രണ്ടുപേർക്കും കൂടി സെലക്ട് ചെയ്യാം. വേണ്ട, സാറ് തന്നെ തീരുമാനിച്ചാൽ മതി. ആ മിനിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടതല്ലേ? അതിനെ പോലുള്ള ആരെങ്കിലും ഇതിലുണ്ടോ നോക്ക്. നമുക്കതിനെ സെലക്ട് ചെയ്യാം. അവന്റെ മനസ്സിൽ ആഴത്തി പതിഞ്ഞു പോയൊരു പെണ്ണാണ് മിനി, അവന്റെ ജീവൻ. ആ അവളെ ത്യജിച്ചവൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നീ തിരിച്ചു കൊടുക്കുമ്പോ അവളോളം പോരാ, അതിനേക്കാൾ നല്ലതിനെ കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്. അത് ഓർമ്മ വേണം.
അമ്മച്ചി 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 എടാ ആ ജയിച്ചമ്മച്ചി നമ്മൾ ജയിച്ചു. എന്താടാ? ഇവിടെ വാടി, ഇവിടെ വാ. അമ്മച്ചി ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ മിനിക്കുഞ്ചിന്റെ കല്യാണം ഈ ആഴ്ച വേണേൽ ഈ ആഴ്ച തന്നെ നടത്താം. എന്റെ വേളാങ്കണ്ണി മാതാവേ, എല്ലാ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം കിട്ടി. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഒരു പയ്യൻ. ഏതാടാ കുട്ടപ്പായി പയ്യൻ? ഓ, അതൊക്കെ എന്തിനാ ഇത്ര വിശദമായിട്ട് അറിയുന്നേ? വരുന്നുണ്ടല്ലോ, അപ്പൊ കാണാലോ. പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെടും, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടും. ഒടുവിൽ ഞങ്ങളുടെ രാജകുമാരിക്ക് രാജകുമാരൻ തന്നെ വന്നു. അച്ഛാ, ഇത് മിനിയുടെ മാലയാ. എന്റെ കയ്യിലായിപ്പോയി. ഇതിപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുക? അതിനെന്താ ആരുടെയെങ്കിലും കൈ കൊടുത്തു വിട്ടാ പോരെ? നോക്കട്ടെ. ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാൻ വന്നതാ. മിനിയുടെ കല്യാണം ഉറച്ചു. അമേരിക്കയിൽ നിന്നും MBA പാസ്സായ ആളാ. കല്യാണം കഴിഞ്ഞ ഉടനെ മിനി അമേരിക്ക കൊണ്ടുപോകും. ഒന്നിങ്ങി വന്നേ. ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മോന്റെ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഈ മാല തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് പോയിക്കൂടെ? അതെന്തിനാ? എനിക്ക് അമ്മിനിയെ ഒന്ന് കാണണം. അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നമ്മളെ ശ്രുതിക്ക് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് കണ്ടോട്ടെ, എന്നിട്ട് നോക്കിക്കോ. എവിടെ ചെന്ന് അലഞ്ഞിട്ടാണെങ്കിലും അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ കൊടുക്കും ഞാൻ എന്റെ ശ്രുതിക്ക്. പോകാം നമുക്ക്. അതിപ്പോ എങ്ങനെയാ? നമ്മൾ ചെന്നാ അവർക്ക് ഇഷ്ടപ്പെടുവോ? അതൊന്നും എനിക്കറിയണ്ട. ആ കല്യാണ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അമ്മിനിയെ ഒന്ന് കാണണം. അകത്തേക്ക് വരാവോ? കല്യാണം തീരുമാനിച്ചൊക്കെ അറിഞ്ഞു. പിന്നെ ഇവിടുത്തെ മിനിയുടെ ഒരു മാല ശ്രുതിയുടെ കയ്യിലായ വിവരം ഇപ്പോഴാ അറിഞ്ഞതേ. അപ്പൊ അത് തിരിച്ചു തന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് പോകാന്ന് തിരിച്ചു വന്നാ. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. വാ. പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. നേരിൽ വന്ന് കണ്ട് എല്ലാം മറക്കണമെന്ന് പറയാതിരിക്കുകയായിരുന്നു. വരൂ, അകത്തോട്ടിരിക്കാം. സുധിയുടെ അമ്മ അച്ഛനും അമ്മച്ചി. എന്റെ ഈശോയെ, എന്നിട്ടാണോ വന്ന കാലയിൽ അങ്ങ് നിന്ന് കളഞ്ഞേ? വാ, അകത്തോട്ടിരിക്കാം. ഗ്രേസിയേ, ലാലമ്മേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കല്യാണ വീട്ടിൽ വരുന്ന ആദ്യത്തെ വിരുന്നുകാരാ. ഇങ്ങോട്ടിരുന്നാട്ടെ. കല്യാണ തീയതിയൊക്കെ നിശ്ചയിച്ചോ? ഇല്ല, അവർക്കും ധൃതിയുണ്ട്. അതുകൊണ്ട് മിക്കവാറും അടുത്ത വ്യാഴാഴ്ചയാവും കല്യാണം. ഇത് മിനിയുടെ മാലയാ. സുധിയുടെ കയ്യിലായി പോയി. ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ്. ഒക്കെ മറക്കണം. എന്തിനാ ഇനി അതിനെക്കുറിച്ചൊക്കെ പറയുന്നേ? വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ? എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിയണേന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്കിപ്പോ. ഞാൻ കണ്ടിട്ടില്ല മോനെ. അതില് ഏതാ?
സുധി, അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. മിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഞാനാ. മറന്ന് മാപ്പ് തരണം എനിക്ക്. അയ്യോ, എന്തിനാ ഇങ്ങനൊക്കെ? തിരിച്ചു തന്നില്ല എന്റെ മോളെ, അതിന് ഞാനെങ്ങനെ നന്ദി പറയും? വിഷമിക്കരുത് മോൻ, ഒന്നിനും. ആദ്യം കല്യാണം വിളിക്കേണ്ടത് മോന്റെ അമ്മയായിരിക്കണമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു വെച്ചിരിക്കുക അവള്. മിനിയാൻറ്റിയെ കെട്ടാമെന്നാണോ? പറ, മിനിയാൻറ്റിയെ കെട്ടാമെന്നാണോ? അല്ല. പിന്നെ പിന്നെന്തിനാ വന്നേ? ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഓ, വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം. ശരി. പോവാം. ഞങ്ങൾ ഇറങ്ങാ. എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ അവള് പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. കല്യാണമല്ലേ അവളുടെ, ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ? എന്ത് പറഞ്ഞാ ഞാൻ ഇവിടെ അനുഗ്രഹിക്കേണ്ടത്? എങ്ങനെയാ ഞാൻ ഇവിടെ അനുഗ്രഹിക്കേണ്ടത്? എന്റെ മോളല്ലേ, ഇങ്ങ് തന്നേര്, ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ. എടുത്തോണ്ട് പോക്കോ. എന്നിട്ട് അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേന്. അമ്മച്ചി, അമ്മച്ചി എന്തായി പറഞ്ഞേ? പെറ്റ തള്ളയ്ക്ക് മനസ്സിലാവുള്ളൂ. അതല്ല, ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? അവിടെ ഇഷ്ടം നടത്തി കൊടുക്കണം മക്കളെ. അമ്മച്ചി, ഇത് ഞാൻ പറയാതിരുന്ന അമ്മച്ചി.
വേദനിപ്പിച്ചു അല്ലേ അമ്മ? ഇവന് അവളെക്കാൾ നല്ലതിനെ കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. എന്താടാ നോക്കി നിൽക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ പെണ്ണിനെ. വിളിച്ചോണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തരിക, പൂർണ്ണ മനസ്സോടെ ഞങ്ങളായിട്ട് തരിക. എന്നാ പിടിച്ചോ ഞങ്ങളുടെ പൊന്നലിയെത്തിയെ. എന്താടാ നോക്കി നിൽക്കുന്നേ? പറന്നോടാ, എവിടെ വേണമെങ്കിലും പറന്നു. ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ല നിങ്ങൾക്കിനി. സ്വതന്ത്രരാ, ഈ ലോകം നിങ്ങളുടെതാ. നോക്കി നിൽക്കാതെ വിളിച്ചോണ്ട് പോടാ കൂട്ടുകാര്. വാടാ വാ. ഡാ,